ഈ പാർട്ടി ക്രൂഷ്യലായിട്ട് നിൽക്കുന്ന തെരഞ്ഞെടുപ്പിൽ അനാവശ്യമായ കാര്യങ്ങൾ എന്തൊക്കെയാണ് പറയുന്നതെന്ന് എനിക്കറിയില്ല. ഭൂരിപക്ഷ വർഗീയതയും പറയുന്നു, ന്യൂനപക്ഷ വർഗീയതയും പറയുന്നു, കഥകളുണ്ടാക്കി സ്ഥാനാർത്ഥികളെ അവമാനിക്കുന്നു, പ്രിയപ്പെട്ട നേതാക്കന്മാരെ അവമാനിക്കുന്നു അല്ലെങ്കിൽ അപമാനിക്കുന്നു. ശരിയല്ല. നസൂർ തിരുത്തുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. തീർച്ചയായിട്ടും അത് നല്ലൊരു കാര്യമായിട്ട് ഞാൻ കണക്കാക്കുന്നില്ല. അദ്ദേഹത്തിൽ നിന്ന് ഞാൻ പറഞ്ഞ വളരെ അടുത്ത സഹപ്രവർത്തനായിരുന്നു, അദ്ദേഹത്തിൽ നിന്ന് ഞാനിത് പ്രതീക്ഷിച്ചില്ല. നസൂർ തിരുത്തുന്നുണ്ടോ? അതിനകത്ത് ചാണ്ടിയുടെ സംസാരത്തിൽ വൈകാരികത അല്ല ഉള്ളത്, അതൊരു വിഷമം കലർന്ന സംസാരമാണെന്നറിയാം. ഞാനും ചാണ്ടിയുമായിട്ടുള്ളത് സഹപ്രവർത്തകൻ എന്നുള്ള ബന്ധം മാത്രമല്ല, ഞങ്ങൾ കോളേജ് മേറ്റ് കൂടെയായിരുന്നു. അപ്പോൾ ആ തരത്തിൽ വലിയ വിഷമം ചാണ്ടിക്ക് കാണും. ഞാൻ പറയാം, ചാണ്ടി ഉമ്മൻ ഈ പറഞ്ഞത് തിരുത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്ന് പറഞ്ഞത് എന്നിലുള്ള വിശ്വാസമാണ്. പക്ഷേ അദ്ദേഹത്തിന് തന്നെ നേരിട്ട അനുഭവം, അദ്ദേഹത്തിൻ്റെ ഉമ്മൻചാണ്ടി സാറിൻ്റെ 1ാം ചരമവാർഷിക ദിനത്തിലാണ് അദ്ദേഹത്തിൻ്റെ സ്ഥാനം അദ്ദേഹം പോലും അറിയാതെ എടുത്തു മാറ്റിയത്. അദ്ദേഹം പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ഞാനിപ്പോഴും പറയാം, ചാണ്ടി ഉമ്മൻ എന്ന് പറയുന്ന വ്യക്തിയെ, അദ്ദേഹം ഇനി എന്തൊക്കെ പറഞ്ഞാലും ചാണ്ടി ഉമ്മൻ എന്ന് പറയുന്ന വ്യക്തിയെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന ഒരു കൂട്ടം നേതാക്കൾ, യുവ നേതാക്കൾ അടക്കം, ആ യുവ നേതാക്കളെ സപ്പോർട്ട് ചെയ്യുന്ന മറ്റൊരു വിഭാഗവും ഈ കേരളത്തിൻ്റെ മണ്ണിൽ കോൺഗ്രസിനകത്തുണ്ട്. അവർ ചാണ്ടി ഉമ്മനെ ഭയപ്പെടുന്നു. ആ ചാണ്ടി ഉമ്മനെ ഭയപ്പെടുന്നു എന്ന് പറഞ്ഞാൽ ഉമ്മൻചാണ്ടിയുടെ, ഞാൻ നേരത്തെ പറഞ്ഞു, ഉമ്മൻചാണ്ടിയുടെ അനുയായികൾ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഇപ്പോൾ ഉറങ്ങിക്കിടക്കുന്ന അനുയായികൾ ചാണ്ടി ഉമ്മൻ വഴി പുനർജനിക്കുമോ എന്ന് പേടിക്കുന്നവർ, ആ ആളുകൾ ചാണ്ടി ഉമ്മനെ ടാർഗറ്റ് ചെയ്യുന്നു. ഞാൻ അത് മാത്രമേ ഈ കാര്യത്തിൽ പറയുന്നു. ഞാൻ തിരുത്താൻ പോകുന്നില്ല. ഞാൻ പറഞ്ഞത് എൻ്റെ ശരികളും എൻ്റെ ബോധ്യങ്ങളുമാണ്. അത് വളരെ വ്യക്തതയോടുകൂടി മനസ്സിലാക്കിയിട്ട് തന്നെയാണ് അത് പറഞ്ഞത്. നസൂർ, അങ്ങനെയാണെങ്കിൽ താങ്കൾ ഈ പറഞ്ഞ കാര്യങ്ങൾ ഉൾപ്പെടെ ചാണ്ടി ഉമ്മനെ ഒതുക്കിയിരിക്കുന്നു, അത് നേരത്തെ തന്നെ നടന്നതാണ്. അദ്ദേഹം അത് മനസ്സിൽ വെച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. ഇതുപോലെ ഇപ്പോൾ സുധാകരനെ ഒതുക്കിയിരിക്കുന്നു. കോൺഗ്രസിൽ സുധാകരൻ ചെയ്തത് ശരിയോ തെറ്റെന്നൊക്കെ മാറി നിൽക്കട്ടെ, പക്ഷേ ഇതൊക്കെ ഒരു കാരണമുണ്ട്. അടുത്തിനി അധികാരത്തിലേക്ക് വരാൻ എന്തെങ്കിലും ഒരു അല്പം സാഹചര്യമുണ്ടെങ്കിൽ ഞാൻ വരണം മുഖ്യമന്ത്രിയായി എന്ന് വരാൻ വേണ്ടി കൈ ഉയർത്താൻ പറ്റിയ എണ്ണം തികയ്ക്കാൻ ഉള്ള കാര്യങ്ങൾ മാത്രം, അതാണ് ഇപ്പോൾ ചെയ്തു വെച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അതിൽ അതൃപ്തരായ താങ്കൾ ഈ പറയുന്ന മറ്റ് വിഭാഗങ്ങളിൽപ്പെട്ടവർ ഇനിയും താങ്കളെപ്പോലെ പുറത്തേക്ക് വരാൻ കാത്തിരിക്കുകയാണോ? താങ്കൾക്ക് അതിൻ്റെ സൂചനകളുണ്ടോ? ഇന്ന് വിളിച്ചവരുടെ കൂട്ടത്തിൽ അവരൊക്കെ ഉണ്ടോ? നിങ്ങൾക്കറിയാമോ, സുധാകരനെ അവിടെ കാൻഡിഡേറ്റായിട്ട് തീരുമാനിച്ചാലും ഒരു പ്രശ്നവുമില്ലായിരുന്നു. അത് തീരുമാനിക്കാൻ ഹൈക്കമാൻഡിന് എതിർപ്പുണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ 2 വിഷയങ്ങൾ ആ കാര്യത്തിൽ പറയാം. സുധാകരൻ്റെ വിഷയത്തിൽ ഹൈക്കമാൻഡ് സുധാകരനെ അവിടെ മത്സരിപ്പിക്കണം എന്ന് പറഞ്ഞാൽ രാഹുൽ ഗാന്ധി എതിർക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ഇവരൊരു തീരുമാനമെടുത്തു. എക്സെപ്ഷൻ സുധാകരന് കൊടുക്കാമെന്ന് പറയുമെന്നാണ് സുധാകരൻ കരുതിയത്. അവരങ്ങനെ തത്വത്തിൽ തീരുമാനമെടുത്ത് നിന്നുവെങ്കിലും സുധാകരന് എക്സെപ്ഷൻ കൊടുക്കുമെന്ന ഘട്ടം വന്നപ്പോൾ കെ.സി. വേണുഗോപാൽ അടൂർ പ്രകാശിനെ കൂടെ രംഗത്തിറക്കി. അടൂർ പ്രകാശിനെ രംഗത്തിറക്കുന്നതിൻ്റെ കാരണം, ഒന്നുകിൽ കെ സുധാകരൻ ആ സീറ്റ് കിട്ടുമെങ്കിൽ അടൂർ പ്രകാശിനെയും മത്സരിപ്പിക്കണം. അത് ഗവൺമെൻറ് വരികയാണെങ്കിൽ, മുഖ്യമന്ത്രി എന്നുള്ളതല്ല വിഷയം, ഗവൺമെൻറ് വരികയാണെങ്കിൽ മന്ത്രിമാരെ തീരുമാനിക്കുമ്പോൾ ഈഴവ കമ്മ്യൂണിറ്റിയിൽ നിന്ന് മന്ത്രി വരണമെങ്കിൽ അത് സുധാകരൻ വരാൻ പാടില്ല, മറിച്ച് കെ.സി. വേണുഗോപാലിനെ മന്ത്രിയാക്കണം. അത് അവർ തമ്മിലുള്ള കണ്ണൂർ പൊളിറ്റിക്സിൽ കെ.സി. വേണുഗോപാലും സുധാകരനും തമ്മിലുള്ള ഫൈറ്റിൻ്റെ ഭാഗമാണ്. കെ സുധാകരനും കെ.സി. വേണുഗോപാലുമായി പണ്ട് കാലം മുഴുവനെ ഫൈറ്റുണ്ട് പൊളിറ്റിക്സിൽ. കണ്ണൂരിൻ്റെ രാഷ്ട്രീയ സാഹചര്യമൊക്കെ എടുത്തു വെച്ച് നോക്കുമ്പോൾ അതൊക്കെയാണല്ലോ ഇപ്പം ഇടക്കാലത്ത് വലിയ ചർച്ചകളിലോട്ടും നേതൃമാറ്റങ്ങളിലോട്ടും ഒക്കെ മാറിയത്. അത് ഒരു ഭാഗം. അപ്പോൾ സ്വാഭാവികമായും അങ്ങനെ അടൂർ പ്രകാശിനെ ഇറക്കി ചെക്ക് വെച്ചതാണ്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇതിൻ്റെ ഇടയ്ക്ക് ഈ ചർച്ചകളൊക്കെ നടന്നപ്പോൾ ഒരു പേരെഴുതി കാണിച്ചു, കൊടിക്കുന്നിൽ സുരേഷിനെ KPC പ്രസിഡന്റ് സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നു. ഞാനൊന്ന് ചോദിക്കട്ടെ, കോൺഗ്രസിൽ കൊടിക്കുന്നിൽ സുരേഷിന് എന്താണ് അയിത്തം? KPCC പ്രസിഡന്റ് ആകാൻ കൊടിക്കുന്നിൽ സുരേഷ് ഇപ്പോൾ സണ്ണി ജോസഫ് നിയമസഭയിൽ മത്സരിക്കുകയല്ലേ, പകരം ചുമതലക്കാരന് കൊടുക്കണമല്ലോ. കൊടിക്കുന്നിൽ സുരേഷിന് കൊടുത്താൽ എന്താണ് കുഴപ്പം? അതിന് അദ്ദേഹത്തിൻ്റെ കുഴപ്പം അദ്ദേഹത്തോട് രഹസ്യമായി ചോദിച്ചാൽ മതി. അദ്ദേഹത്തിൻ്റെ കുഴപ്പം വേറൊന്നുമില്ല. അദ്ദേഹം ഇത്ര തവണ പാർലമെൻറ്റിൽ മത്സരിച്ചത് അതെല്ലാം മാറ്റിവെക്കുക. അദ്ദേഹം വർക്കിംഗ് പ്രസിഡന്റ് ആയിരുന്നു. അദ്ദേഹം ഇപ്പോൾ കേന്ദ്രത്തിൽ നമ്മുടെ CWCയിലുണ്ട്. അദ്ദേഹത്തിൻ്റെ സമുദായമാണ് അദ്ദേഹത്തിന് ഉള്ള പ്രശ്നം. അത് അദ്ദേഹത്തിനോട് പേഴ്സണലായി ചോദിച്ചാൽ അറിയാം.
അത് അംഗീകരിച്ചു കൊടുക്കാൻ ചില നേതാക്കൾ തയ്യാറല്ല എന്നുള്ളിടത്താണ് ഈ പ്രശ്നം വരുന്നത്. ഇതൊക്കെ കോൺഗ്രസിലാണ് നടക്കുന്നത് എന്നുള്ളതാണ്. നേരത്തെ ഡോക്ടർ പി കെ ഗോപൻ പറഞ്ഞതുപോലെ എത്രമാത്രം വർഗീയമായിട്ടാണ് താങ്കൾ സൂചിപ്പിച്ച ഈ കാര്യങ്ങളൊക്കെ വരുന്നത്. കോൺഗ്രസിനകത്ത് ഇങ്ങനെ വർഗീയമായി ചിന്തിക്കുക, ചില സമുദായങ്ങളെ ഒഴിവാക്കുക. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഒരു പ്രമേയം യൂത്ത് കോൺഗ്രസിൽ പാസ്സാക്കിയപ്പോൾ, ഞാൻ രാവിലെ പറഞ്ഞിരുന്നു, പാസ്സാക്കിയപ്പോൾ യൂത്ത് കോൺഗ്രസ് പാസ്സാക്കിയ പ്രമേയത്തിൽ പ്രത്യേകം പറഞ്ഞത് കേരളത്തിൽ ഒരു ദളിത് സമുദായത്തിൽപ്പെട്ട ഒരു KPCC അധ്യക്ഷൻ ഉണ്ടാകേണ്ട കാലഘട്ടമായി, നവോത്ഥാനം അവിടെ നിന്ന് തുടങ്ങേണ്ട കാലഘട്ടമായി എന്നൊരു വരി ഉണ്ടായിരുന്നു. അത് നമ്മൾ ഉദ്ദേശിച്ചത് കൊടിക്കുന്നിൽ സുരേഷ് എന്നല്ല, ഒരു മാറ്റം മാർക്സിസ്റ്റ് പാർട്ടിയെ കാണിച്ചു കൊടുക്കാനാണ്, അല്ലെങ്കിൽ BJPയെ കാണിച്ചു കൊടുക്കാനാണ്, മറ്റ് ആളുകൾക്ക് ഒരു പാഠമാകാൻ വേണ്ടി കുറച്ച് നാളെങ്കിലും ഒരു ദളിത് സമുദായത്തിൽപ്പെട്ട ഒരാൾ KPCC അധ്യക്ഷനാകട്ടെ. നിങ്ങൾ നേരത്തെ പറഞ്ഞല്ലോ ഈ ആരൊക്കെ ബന്ധപ്പെടുന്നുണ്ട് എന്ന്. ഇന്നിപ്പോൾ ചിറയൻകീഴിൽ അനൂപ് NDA സ്ഥാനാർത്ഥിയായി, സഹപ്രവർത്തകനാണ്. അവനിപ്പോൾ 5 വർഷം അവിടെ കിടന്ന് പ്രവർത്തിച്ചതിന് ശേഷം രമ്യ ഹരിദാസിനെ അവിടേക്ക് കൊണ്ടുവന്നു. അവിടെ വിജയിക്കാൻ സാധ്യത ഉണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ആ രമ്യ ഹരിദാസിനെ അവിടേക്ക് കൊണ്ടുവന്നത്. രമ്യ ഹരിദാസിനെ അടൂര് മത്സരിപ്പിക്കാമായിരുന്നു. കാര്യം 5 വർഷം അവിടെ മത്സരിച്ച് ചിറയൻകീഴ് വിജയസാധ്യത ഉണ്ട് എന്ന്, അനൂപിന് വിജയസാധ്യത ഉണ്ട് എന്ന് മനസ്സിലാക്കിയപ്പോൾ ആ അനൂപിനെ മാറ്റി നിർത്തിക്കൊണ്ട് അവസാനം തിരുവനന്തപുരം ജില്ലയിലുള്ള ആരെങ്കിലും മത്സരിപ്പിച്ചാൽ മതി എന്ന് പറഞ്ഞു. അപ്പോഴും കേൾക്കാതെ അനൂപിനെ ആട്ടിപ്പായിക്കുകയാണ് ചെയ്തത്. അനൂപ് എവിടെ പോയി? NDAയിൽ പോയി. അരുൺ രാജ് ചടയമംഗലത്ത്, അരുൺ രാജ് ഏറ്റവും യൂത്ത് കോൺഗ്രസിന്റെ നല്ല രീതിയിൽ പ്രവർത്തിച്ച കൊല്ലം DCCയുടെ ഇപ്പോഴത്തെ ജനറൽ സെക്രട്ടറിയാണ്. എവിടെ പോയി? ഇന്നിപ്പോൾ BJPയിലേക്ക് അംഗത്വം എടുത്തു പോയി. ഇത് എവിടെയാണ് പോയി നിൽക്കുന്നത്? പോകുന്നവരെല്ലാം BJPയിലേക്ക് പോവുകയാണ് എന്ന് പറയുമ്പോൾ കോൺഗ്രസിൽ നിന്നുള്ള ഒരു വിഭാഗം ആളുകൾ BJPയിലേക്ക് പോകട്ടെ എന്നുള്ള തീരുമാനം എടുക്കുന്നത് ആരാണ്? വർഗീയത കേരളത്തിൽ വളർത്തണം, BJP വളർത്തണം എന്ന് ചിന്തിക്കുന്നത് ആരാണ്? ഇവരോട് ഒരു ഫോണിലെങ്കിലും വിളിച്ച് സംസാരിച്ച് നിങ്ങൾ പോകരുത്, ഇല്ല എങ്കിൽ നിങ്ങൾക്ക് സീറ്റില്ല, ഇന്നതാണ് വിഷയം, നിങ്ങൾ പോകരുത് എന്ന് പറയാൻ മുൻകാലങ്ങളിൽ നേതാക്കൾ ഉണ്ടായിരുന്നു. മത്സരിക്കാൻ ഇപ്പോൾ അവസരം കൊടുക്കാത്തവരൊക്കെ, MP-മാർക്ക് ഇപ്പോൾ മത്സരിക്കാൻ അവസരം കൊടുക്കാത്തവരൊക്കെ രാജ്യസഭാ MP സ്ഥാനം വലിച്ചെറിഞ്ഞ് BJPക്ക് അവസരം കൊടുത്തവരാണ്. അവരാണ് പിന്നീട് കേരളത്തിൽ വന്ന് പിന്നെ മത്സരിച്ച് MP ആയി ഒക്കെ പോയതും താങ്കളിപ്പോൾ പറഞ്ഞ പേരുകാരൊക്കെ ആണ് അതിലൊക്കെ ഉള്ളത്. അവരാണിപ്പോൾ താങ്കൾ പറയുന്നത് ഇവിടെ BJPയുമായി ഡീലുണ്ടാക്കുന്നു. 1:2 തിരുവനന്തപുരത്ത് ഒരു മണ്ഡലം BJPക്ക് കൊടുക്കുമ്പോൾ 2 മണ്ഡലത്തിൽ കോൺഗ്രസ്സുകാരെ ജയിപ്പിച്ചു കൊടുക്കാമെന്ന് RSSുമായി ഡീലുണ്ടാക്കുന്നു എന്നാണ് താങ്കൾ പറഞ്ഞത്. അതുപോലെ കോൺഗ്രസ്സുകാർ അതൃപ്തരായവരെ BJPയിലേക്ക് പോകാൻ പ്രേരിപ്പിച്ച് അങ്ങോട്ടേക്ക് ആട്ടിപ്പായിക്കുന്നു. ഇതാണ് സംഭവിക്കുന്നത്. ഇത് ആരെ സഹായിക്കാനാണ് എന്നാണ്. ഇതാണോ ഹൈക്കമാൻഡിൻ്റെ പ്രവർത്തനം എന്നുള്ളത്? ജയിച്ചാൽ സർക്കാർ ഉണ്ടാക്കാം. അഡ്വക്കേറ്റ് ലാൽകുമാർ, ഞാൻ ഇടവേള കഴിഞ്ഞാണ് താങ്കളിലേക്ക് വരും. പക്ഷേ ചോദ്യം ഇതാണ്, ഈ പറയുന്ന സർക്കാർ ഉണ്ടാക്കുകയാണെങ്കിൽ അതിൽ മുഖ്യമന്ത്രിയാകണം. ഇനി സർക്കാർ ഉണ്ടാക്കാൻ പറ്റിയില്ലെങ്കിൽ സീറ്റുകളൊക്കെ കൊടുത്ത് കാശാക്കാൻ പറ്റണം. ഇതൊക്കെ എങ്ങനെയെങ്കിലും ലാഭം എങ്ങനെ വീണാലും എന്നുള്ളതാണ് അവസ്ഥ.